ഹലോ, നമസ്കാരം. 10/11/2025 തിങ്കളാഴ്ചത്തെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. തിങ്കളാഴ്ച ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് 15 മിനിറ്റ് ക്യാൻഡിൽ 25,520 എന്ന ലെവൽ ക്ലോസ് കിട്ടിയാൽ ആ ക്യാൻഡിലിന്റെ ലോ അല്ലെങ്കിൽ 25,480 എന്ന ലെവലിനെ സ്റ്റോപ്പ് ലോസ് ആക്കി കണക്കാക്കി 25,667 എന്ന ടാർഗറ്റിന് വേണ്ടി ഓരോ ലെവലും മറികടക്കുമ്പോൾ ആ ലെവലിന്റെ താഴെയുള്ള ലെവലിനെ സ്റ്റോപ്പ് ലോസ് ആക്കി കണക്കാക്കി ഈ മാക്സിമം ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. 25,480 എന്ന ലെവൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് കിട്ടി സസ്റ്റെയിൻ ചെയ്ത് നിന്നാൽ ആ ക്യാൻഡിലിന്റെ ഉയരം അല്ലെങ്കിൽ 25,520 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആക്കിക്കൊണ്ട് 25,333 എന്ന ടാർഗറ്റിന് വേണ്ടി ഓരോ ലെവലും മറികടക്കുമ്പോൾ മുമ്പത്തെ ലെവലിനെ സ്റ്റോപ്പ് ലോസ് ആക്കി TSL ആക്കി വെച്ച് മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നാൽ ബാങ്ക് നിഫ്റ്റി തിങ്കളാഴ്ച ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന 57,900 എന്ന ലെവൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് കിട്ടി സസ്റ്റെയിൻ ചെയ്ത് നിന്നാൽ ആ ക്യാൻഡിലിന്റെ ലോ അല്ലെങ്കിൽ 57,840 എന്ന ലെവലിനെ സ്റ്റോപ്പ് ലോസ് ആക്കി കണക്കാക്കി 58,352 വരെയുള്ള ടാർഗറ്റിന് വേണ്ടി ഓരോ ലെവലും മറികടക്കുമ്പോൾ മുമ്പിലത്തെ ലെവലിനെ TSL ആക്കി പരിഗണിച്ച് ഓരോ TSL ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആക്കി ഓരോ ലെവലും മറികടക്കുമ്പോൾ മുമ്പിലത്തെ ലെവലിനെ സ്റ്റോപ്പ് ലോസ് ആക്കി കണക്കാക്കി മാക്സിമം പ്രോഫിറ്റ് റൺ ചെയ്യാൻ ശ്രമിക്കുക. 57,840 എന്ന ലെവൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് കിട്ടി സസ്റ്റെയിൻ ചെയ്ത് നിന്നാൽ മുമ്പത്തെ ക്യാൻഡിലിന്റെ ഉയരം അല്ലെങ്കിൽ 57,900 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആക്കി കണക്കാക്കി 57,389 എന്ന ടാർഗറ്റിന് വേണ്ടി ഓരോ ലെവലും മറികടക്കുമ്പോൾ മുമ്പത്തെ ലെവലിനെ TSL ആക്കി കണക്കാക്കി ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ച സെൻസെക്സ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് 15 മിനിറ്റ് ക്യാൻഡിൽ 83,232 എന്ന ലെവൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് കിട്ടി സസ്റ്റെയിൻ ചെയ്ത് നിന്നാൽ 83,767 വരെയുള്ള ടാർഗറ്റിന് വേണ്ടി ഓരോ ലെവലും മറികടക്കുമ്പോൾ മുമ്പിലത്തെ ലെവലിനെ TSL ആക്കിക്കൊണ്ട് മാക്സിമം പ്രോഫിറ്റ് റൺ ചെയ്യാൻ ശ്രമിക്കുക. 83,160 എന്ന ലെവൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് കിട്ടി സസ്റ്റെയിൻ ചെയ്ത് നിന്നാൽ 83,232 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആക്കി കണക്കാക്കി ഓരോ ലെവലും മറികടക്കുമ്പോൾ മുമ്പിലത്തെ ലെവലിനെ TSL ആക്കിക്കൊണ്ട് 82,626 എന്ന ലെവലിന് വേണ്ടി എന്ന ടാർഗറ്റിന് വേണ്ടി ഓരോ ലെവലും മറികടന്നു വരുമ്പോൾ അതിന്റെ മുമ്പിലത്തെ ലെവലിനെ TSL ആക്കിക്കൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ലെവലുകളാണ്. നിങ്ങൾ ഇത് എന്നെ കണ്ണും പൂട്ടി വിശ്വസിച്ചോടി വന്നിട്ട് ഉള്ള പൈസയെല്ലാം ഇട്ട് ഈ ട്രേഡൊന്നും എടുക്കാൻ നിൽക്കരുത്. നിങ്ങളൊരു പേപ്പർ ട്രേഡിലൂടെ പഠിക്കുക, പഠിച്ച് നോക്കി മുമ്പോട്ട് പോവുക എന്ന് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഉപയോഗിക്കുക. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ട്രേഡിംഗ് സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ റിസ്ക് റിവാർഡ്, പൊസിഷൻ സൈസിങ്, മൈൻഡ് സെറ്റ്, ക്ഷമ ഇതൊക്കെ നമ്മുടെ ട്രേഡിങ്ങിന് അത്യാവശ്യമായ ഒരു സംഗതിയാണ്. പൊസിഷൻ സൈസിങ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക, റിസ്ക് ആൻഡ് റിവാർഡ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. റിസ്ക് എടുക്കാത്ത ഒരു ട്രേഡറും ഇവിടെ വിജയിക്കുന്നതല്ല എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനും വലിയ ട്രേഡറൊന്നുമല്ല, എനിക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട് എന്നും കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുക. ഇതെൻ്റെ ഞാൻ കുറേ വർഷത്തെ ഒരു ഇതിൽ പഠിച്ച് മനസ്സിലാക്കിയ ഒരു ലെവലാണ്. അതിൽ എനിക്കിപ്പം ആക്യുറസി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ട്രേഡ് ചെയ്യുന്നവർ എപ്പോഴും റിയൽ മണി ഒന്നും ഇട്ട് ട്രേഡ് ചെയ്ത് കളയരുത്. പേപ്പർ ട്രേഡിലൂടെ നിങ്ങളിതിനെ മനസ്സിലാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുപോലെ തന്നെ ഇത് കണ്ണും പൂട്ടി നിങ്ങൾ വിശ്വസിച്ച് റിയൽ മണിയിട്ട് ട്രേഡ് ചെയ്ത് നിങ്ങളുടെ ലാഭത്തിനും നഷ്ടത്തിനും ഞാൻ ഉത്തരവാദിയായിരിക്കുന്നതല്ല എന്നും കൂടി ഞാൻ ഓർപ്പിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ